ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈദിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി 4 റൈസ് ഐറ്റംസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അമ്പൂർ ബിരിയാണിയാണ്. നമ്മൾ ഇതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അമ്പൂർ ബിരിയാണി ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയുടെയും. നല്ല ടേസ്റ്റിയാണ്, കാണുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് പർദ ബിരിയാണിയാണ്. പേര് പോലെ തന്നെ ഇത് നമ്മൾ ദം ചെയ്യുന്നത് പർദ്ദയ്ക്കുള്ളിൽ വെച്ചിട്ടാണ്. പർദ്ദ എന്ന് പറയുമ്പോൾ നമ്മൾ പർദ്ദ ഉണ്ടാക്കുന്നത് മൈദയിലാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സാധാരണ ബിരിയാണി തന്നെയാണ്, പക്ഷേ അത് ദം ചെയ്യണത് ആ ഒരു പർദ്ദയുടെ ഉള്ളിൽ വെച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. വ്യത്യസ്തത ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് പെരി ചിക്കൻ മന്തിയാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മന്തിയാണ്. കുറച്ച് സ്പൈസിയാണ്. നമ്മൾ പെരി സോസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ചിക്കനിലും അതുപോലെ തന്നെ റൈസിലും ചേർക്കുന്നുണ്ട്. ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കൻ നമ്മളൊരു തന്തൂരി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നാലാമതായിട്ട് ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മന്തി റെസിപ്പിയാണ്. ഇത് നമ്മളെ നോർമൽ മന്തിയാണ്. നഹദി മന്തിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന മന്തിയാണ്. ഇതിന് വേണ്ട മസാല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മസാല തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ മന്തി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്